യെസ് യെസ് പ്ലീസ് പ്ലീസ്, അംഗങ്ങൾ നമ്മുടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല, ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളുള്ള അനാദരവാണ്. ശ്രീ പി കെ ബഷീർ ഒന്ന് പറ, അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ, അങ്ങ് വളരെ സീനിയർ അംഗല്ലേ. യെസ്, ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. യെസ്, ചോദ്യോത്തര വേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സഭയിൽ എത്തിയിരിക്കുകയാണ്. അതിരൂക്ഷമായ പ്രതിഷേധം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നു. അടിയന്തര പ്രമേയം ഇല്ലായിരുന്നു, പക്ഷേ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബാനർ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ മുന്നിലേക്ക് എത്തുന്നു. സ്പീക്കറെ മറച്ചു വെച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിക്കുന്നതിനിടെയാണ് സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയത് കൊണ്ട് തന്നെ സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി വിവാദവും അതിന്റെ പ്രതിഷേധവും അതിരൂക്ഷമായി ഉയർന്നു സഭയിൽ. സ്വർണ്ണപ്പാളി വിഷയം അതിഗൗരവമായ വിഷയമായി സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആ തീരുമാനം. അടിയന്തര പ്രമേയമായി നോട്ടീസ് നൽകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നോട്ടീസ് നൽകുമെന്ന് ആദ്യം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നതിന് മുൻപേ തന്നെ ചോദ്യോത്തരവേളയിൽ അവതരിപ്പിക്കാം എന്നുള്ളതായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുകയും സഭയിൽ വലിയ തോതിലുള്ള പ്രതിപക്ഷ ബഹളം ഉണ്ടാവുകയും ചെയ്തത്. കെ എൻ ബാലഗോപാൽ സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് എത്തുകയും അവിടെ ബഹളം വെക്കുകയും ബാനർ ഉയർത്തുകയും ചെയ്തു. സ്പീക്കറുടെ ഒരു ഭാഗത്ത് ഈ ഡയസിലേക്ക് കയറാനുള്ള ശ്രമം വരെ പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അല്പസമയത്തേക്ക് സഭ നിർത്തിവെക്കുകയാണെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നാലും ഇതേ വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം സംബന്ധിച്ച് പരസ്യ പ്രതിഷേധത്തിലേക്ക് കൂടി പോകാനുള്ള തീരുമാനം UDF ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം അതേ ഗൗരവത്തിൽ തന്നെ സഭയിലും ഉന്നയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. പൂജ. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.